ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റായിട്ട് സിമ്പിളായിട്ടൊരു വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ബീൻസ്, പച്ചമുളക്, തക്കാളി ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിവിടെ കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാമെന്ന്. ഇനി നമുക്ക് കുക്കറൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് പെരിഞ്ജീരകമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യാം കേട്ടോ. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. ഇനി നമ്മൾ എടുത്ത് വെച്ച വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എല്ലാം നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗ്രീൻ പീസ് ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മളിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തത് കേട്ടോ. ഗ്രീൻ പീസ് ഇതിനോടൊപ്പം തന്നെ ഇട്ടാലാണ് ഗ്രീൻ പീസ് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഒരുപാട് കുഴയൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ടേസ്റ്റിന് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പിൻ്റെ അളവ് ഞാൻ ഇവിടെ പറയല്ല, കാരണം എല്ലാവർക്കും ഒരേ ടേസ്റ്റിലായിരിക്കില്ല. ഉപ്പ് ചിലവർക്ക് കൂടുതൽ വേണം, ചിലവർക്ക് കുറവ് വേണം, അങ്ങനെയൊക്കെയാണ്. ഇനി നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ എന്തായിരിക്കും ചേർത്ത് കൊടുക്കാനുള്ളത്? പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിടണമെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. ഇച്ചിരി വലുപ്പത്തിൽ കട്ട് ചെയ്തിടണമെങ്കിൽ അങ്ങനെയും ഇടാം കേട്ടോ. കുഴപ്പമില്ല, എങ്ങനെയായാലും കുഴപ്പമില്ല. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയാണ് കേട്ടോ അതിൽ മെയിനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പൊടി എന്ന് പറയുന്നത്. വേറെ ഒരു പൊടി ഇതിൽ ചേർത്ത് കൊടുക്കണില്ല. മല്ലിപ്പൊടി ഒരു 3 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചേർത്ത് കൊടുക്കുക ആ പൊടികളും ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തു. ഈ വെജിറ്റബിൾസ് ഒന്ന് മുങ്ങാൻ കരുതി ഭാഗത്തിനാണ് കേട്ടോ വെള്ളം ഒരുപാട് നിറഞ്ഞൊഴിക്കരുത്. വെജിറ്റബിൾസ് ഇതുപോലെ കിടക്കണം. ഇനി നമുക്കൊന്ന് 3 വിസിലടിപ്പിച്ച് ഇതൊന്ന് കുക്കറിലിട്ടൊന്ന് ആവിയേറ്റിയെടുക്കാം. ഒരു 3 വിസിലടിച്ച് കഴിയുമ്പോൾ കുക്കർ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമ്മളിവിടെ ചിരകിയ തേങ്ങ എടുത്തിരിക്കുന്നത് ഒരു അരമുറി തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കശുവണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കശുവണ്ടിപ്പരിപ്പ് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. കാരണം അതിൻ്റെ ഒരു ഫ്ലേവറും ടേസ്റ്റും എന്ന് പറയുന്നത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അതാണ് കേട്ടോ. നമ്മളിനി ഇവിടെ മല്ലിയില, കറിവേപ്പില, വറ്റൽമുളക്, പിന്നെ സവോളയൊക്കെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇവിടെ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തു. അത് ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ മാത്രം നമ്മളതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിൽ സവോളയാട്ടോ ഇട്ട് കൊടുക്കുന്നത്. സവോള വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ചില്ലേ അതിനോടൊപ്പം ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനത് മറന്നുപോയി, അതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കതിലേക്ക് വറ്റൽമുളക്, കറിവേപ്പില ഇതൊക്കെ കൂട്ടി കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ട് അതൊന്ന് വഴണ്ട് തന്നെ വരെ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ വേവിച്ച് വെച്ച പച്ചക്കറിയൊക്കെ ഇല്ലേ അത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ എടുത്ത് വെച്ച പേസ്റ്റില്ലേ, തേങ്ങയൊക്കെ കൂടി അരച്ച് വെച്ച ആ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ അരച്ച ആ ജാറില്ലേ അതിലും കൂടി ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. ഇനി നമ്മൾക്കിത് നന്നായിട്ടൊന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നു. ഇനി ഇതിലേക്ക് നമ്മൾ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. മല്ലിയില ഇട്ടിട്ട് ഒരു മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട്. ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മാത്രമല്ല നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.